കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ യൂട്യൂബിലൂടെ ദൈവിക സന്ദേശം കേൾക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളുന്നു. സങ്കീർത്തനം 51:11 വാക്യം: നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും അരുതേ. ഈ വചനം നമ്മൾ പഠിക്കുമ്പോൾ പലവിധമാനതായ വിഷയങ്ങൾ ഈ 51 സങ്കീർത്തനത്തിൽ എഴുതിയിട്ടുണ്ട്. ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ അതിൻ്റെ ഓരോ വാക്യങ്ങളും വിലയേറിയ വാക്യങ്ങളാണ്. ആ വാക്യത്തിൽ നിന്നാണ് ഇന്ന് നമ്മുടെ ജീവിതത്തിനകത്ത് ഉടനീളം കർത്താവ് ദൈവം അനുഗ്രഹിക്കപ്പെടുന്നത്. നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. ദാവീദ് പറയുന്നൊരു വാക്യമാണ്. ദാവീദ് ദൈവത്തോട് പറയുകയാണ്, യഹോവയായ ദൈവമേ, നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. അപ്പോൾ പാപം ചെയ്യുന്നുള്ളതായ ഉള്ളിൽ ഒരു കുറ്റബോധം ദാവീദിൻ്റെ ജീവിതത്തിനകത്ത് ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നിന്റെ സന്നിധിയിൽ നിന്ന് തള്ളിക്കളയരുതേ. പ്രൈസ് ദി ലോർഡ്. നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നും എടുക്കരുത്. ഇന്ന് നമ്മുടെയും ജീവിതത്തിനകത്ത് ദൈവത്തിൻ്റെ തിരുസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും അതിൻ്റെ അളവും അനുസരിച്ച് നമ്മൾ നിന്നുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിനകത്ത് കർത്താവ് ദൈവം വലിയവ ചെയ്യുവാൻ തക്കവണ്ണം നമ്മുടെ ആയിത്തീരും. ഹല്ലേലൂയ. നമുക്ക് എപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു ചിന്ത ഉണ്ടായിരിക്കണം. എന്താണ്? യഹോവയായ ദൈവമേ, എൻ്റെ ഉള്ളിലായിരിക്കുന്ന അതായ പരിശുദ്ധാത്മാവിനെ എൻ്റെ ദൈവം എടുക്കരുത്. ഹല്ലേലൂയ. ആ ഒരു കുറ്റബോധം ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ആ വീഴ്ചകളും താഴ്ചകളും കടന്നു വരുമ്പോൾ അതിൽ നിന്നും നമ്മൾ വ്യതിചലിച്ചുകൊണ്ട് നമ്മൾ ലോകപരമായി നമ്മുടെ സ്വയം ഇഷ്ടപ്രകാരമായി കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിന്ന് വിട്ടുമാറുവാനിടയായിത്തീരും. എന്നാൽ ദൈവത്തിൻ്റെ വചനങ്ങൾ അനുസരിച്ച് കൽപ്പനകൾ അനുസരിച്ച് നമ്മൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്നതായ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരിക്കലും പുറത്തു പോകാൻ ഇടവരുത്തത്തില്ല. എന്നാൽ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കാതെ ബദലിച്ചു പോവുകയാണെങ്കിൽ ദൈവം നമ്മുടെ ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ എടുത്ത് കളയുവാൻ തക്കവണ്ണം നമ്മുടെ ആയിത്തീരും. ആത്മാവിനാൽ ജനിച്ചവൻ ആത്മാവാകുന്നു, വചനത്തിൽ പറയുന്നുണ്ട്. ജഡത്താൽ ജനിച്ചവൻ ജഡമാകുന്നു. അപ്പോൾ ആത്മാവിനാൽ ജനിച്ചവൻ ആത്മാവാകണമെങ്കിൽ വീണ്ടെടുക്കപ്പെട്ട ദൈവ പൈതലായി മാറണം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവ് അഭിഷേകം പ്രാപിക്കുന്ന ഒരു വ്യക്തിയാണ് വീണ്ടും ജനനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഉള്ളവർക്ക് മാത്രമേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ അഭിഷേകം പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. മാതാവേ, പിതാവേ, സഹോദരി സഹോദര, നിന്റെ ജീവിതത്തിനകത്ത് ദൈവത്തിൻ്റെ അഭിഷേകം പകരണമെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കണം. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കണം. ഹല്ലേലൂയ. നാം രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം, പരിശുദ്ധാത്മാവ് പ്രാപിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൻ്റെ അനുഭവത്തിലൂടെ മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ദൈവം എടുത്തു മാറ്റുകയില്ല. എന്നാൽ നാം ലോകപരമായി നമ്മൾ പോകുകയാണെങ്കിൽ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ഹിതമല്ലാതെ നമ്മൾ പോകുകയാണെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ കിടന്ന് ഞരങ്ങുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദാവീദ് പറയുന്നുണ്ട്, യഹോവയാ ദൈവമേ, എൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ നിന്ന് ഞരങ്ങുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അഭിഷേകം പ്രാപിക്കുന്ന ദൈവ പൈതല്, ഹല്ലേലൂയ, ജഡം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെ ഞെരുക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ദാവീദ് തന്നെ പറയുന്നു, ദൈവമേ, എൻ്റെ ഉള്ളിൽ ആത്മാവ് ഞരങ്ങുകയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിന് ഒരു സ്വാതന്ത്ര്യം കൊടുക്കാതെ മുമ്പോട്ട് പോകുന്ന സാഹചര്യം. എന്നാൽ ഹല്ലേലൂയ,
പല സാഹചര്യങ്ങളും നമ്മുടെ മുമ്പിൽ കടന്നു വന്നിരിക്കുക, പല ബുദ്ധിമുട്ടുകൾ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുക, സാമ്പത്തികമായോ ഏത് വിഷയമായിക്കൊള്ളട്ടെ കടന്നു വന്നിരിക്കുക. എന്നാൽ ദൈവത്തെ മുറുകെ പിടിക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിറവോട് നമുക്ക് മുമ്പോട്ട് പോകുവാനിടയായി തീരും. അതുകൊണ്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കുക, നിന്റെ സാന്നിധ്യത്തിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. കർത്താവാ ദൈവമേ, എൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് എന്നെ തള്ളിക്കളയല്ലേ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ കണൽ എൻ്റെ ജീവിതത്തിൽ ദീപമായി കത്തി മുമ്പോട്ട് പോകുവാനുള്ള കൃപ എനിക്ക് പകരണമേ, ശക്തി പകരണമേ കർത്താവേ. ഓ ഹല്ലേലൂയ. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ പകരുവാനിടയായി തീരും, ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ മേൽ പകരുവാനിടയായി തീരും. പറ, കർത്താവാ ദൈവമേ, എന്നെ ശക്തീകരിക്കണമേ. ഏത് ബലഹീനതകൾ വന്നാലും എൻ്റെ ഉള്ളിലിരിക്കുന്ന എൻ്റെ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എന്നിൽ നിന്ന് എടുത്തു കളയാതെ നിറവോട് മുമ്പോട്ട് പോകുവാനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ വലിയവ ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി തീരും. ദൈവത്തോട് പറ, കർത്താവേ, എന്നെ അനുഗ്രഹിക്കുമാറാകണമേ. ഈ തിരുവചനങ്ങളെ കർത്താവാ ദൈവം നമ്മളെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.